വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൈദരാബാദി മട്ടൻ ദം ബിരിയാണിയുടെ റെസിപ്പി പരിചയപ്പെടാം. ഹൈദരാബാദി മട്ടൻ ബിരിയാണി രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഒന്ന് കുക്ക് ചെയ്തിട്ട് ദം ചെയ്യുന്ന രീതിയിലും പിന്നെ മട്ടനും റൈസും കൂടി ഇട്ടിട്ട് കുക്ക് ചെയ്യുന്ന ഒരു രീതിയിലും. ഞാനിപ്പോൾ ഇവിടെ കുക്ക് ചെയ്തിട്ട് ദം ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബിരിയാണിയുടെ മസാല റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണക്കമല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കറുത്ത ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഷാജീര, പിന്നെ ഒരു ചെറിയ പീസ് ജാതിക്ക, പിന്നെ ഒരു 10 ഏലക്കായ, ഒരു 7 ഈ വലിപ്പത്തിലുള്ള കറുകപ്പട്ട, പിന്നെ ഒരു 7 കരയാമ്പൂ, പിന്നെ ഒരു കറുകട ഇല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ മസാലകളെല്ലാം നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം പൊടിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മട്ടൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. സാധാ മുളക് പൊടിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇപ്പോൾ പൊടിച്ചെടുത്ത ആ ബിരിയാണി മസാല ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 260 ഗ്രാമോളം തൈര് ഉണ്ടായിരുന്നു. ഇനി നമുക്കിത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചിനായിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 2-3 മണിക്കൂർ വെക്കാൻ പറ്റിയാൽ നല്ലതാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ മാരിനേറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്ക മസാലകൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 കരയാമ്പൂ, പിന്നെ ഒരു 4 കറുകപ്പട്ട, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഷാഹിജീര, പിന്നെ ഒരു 2 കറുകട ഇല. അപ്പോൾ അത് നമുക്ക് ഈ ഓയിലേക്ക് ചേർത്തുകയായിട്ട് ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൂപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തുകയായിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത മട്ടൻ ചേർത്തുകയായിട്ട് നന്നായിട്ടൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ മട്ടൻ നന്നായിട്ട് തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 7 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ജസ്റ്റ് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തങ്ങായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തങ്ങായിട്ട് നമുക്കിത് അടച്ചു മൂടിങ്ങായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 25-30 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മട്ടനൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ കുക്ക് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നെയ്യൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മട്ടന് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് തീ ഓണാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 മീഡിയം സൈസിലുള്ള സബോള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് അതിൽ നിന്ന് 1 സബോള ഫ്രൈ ചെയ്തത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ദമ്മ് ചെയ്യുമ്പോൾക്ക് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള 4 സബോള ഫ്രൈ ചെയ്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ നമ്മൾ പൊടിച്ചെടുത്ത ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ രീതിയിൽ മട്ടൻ വെന്തതിന് ശേഷം നമ്മൾ സബോള ആഡ് ചെയ്ത് കൊടുക്കണേ ബിരിയാണിക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടുകഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. വിസിലൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ജസ്റ്റ് ആയ സബോളൊക്കെ നന്നായിട്ടൊന്ന് മിക്സപ്പ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ നമ്മുടെ സബോളൊക്കെ നന്നായിട്ട് മസാലയിൽ മിക്സ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇത്രയും ഗ്രേവി വേണം ഇതിലേക്ക്, എന്നാലേ ദമ്മിടുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പാത്രത്തിൽ അത്യാവശ്യം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്ക മസാല ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഷായിജീര, ഒരു 3 കറിയാമ്പൂ, 2 ഈ വലിപ്പത്തിലുള്ള കറുകപ്പട്ട, ഒരു 4 ഏലക്കായ, പിന്നെ 2 കറുകട ഇല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് മുന്തി നിൽക്കുന്ന വിധത്തിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നോക്കാം. എന്നാൽ റൈസ് കുക്കായിട്ട് വരുമ്പോൾ കറക്റ്റ് ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് നിറയെ റൈസ് എടുത്തിട്ടുണ്ട്. ഒരു 700 ഗ്രാം അരി ഉണ്ട് ഇത്. അപ്പോൾ അതൊരു 10 മിനിറ്റോളം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത ഉടനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ഇളക്കി കൊടുക്കരുത്, അപ്പോൾ ചിലപ്പോൾ അരി പൊട്ടിപ്പോവും. ജസ്റ്റ് ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 80% റൈസ് ഒന്ന് കുക്കായിട്ട് വരണം. ബാക്കി നമുക്ക് ദമ്മിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ചു മൂടിയായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇനി ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിക്കോളും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ഊറ്റിയെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സബോള ഫ്രൈ ചെയ്തതും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മൾ തയ്യാറാക്കിയെടുത്ത ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾ പാലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പാലിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. വേറെ കളറൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണില്ല. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് റൈസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ ഇതിൻ്റെ മുകളിലും കുറച്ച് സബോള ഫ്രൈ ചെയ്തതും കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയുടെ ഇല, പിന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ബിരിയാണിയുടെ മസാല, പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പാലും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാല മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സബോള, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ബാക്കിയുള്ള മഞ്ഞൾപ്പാൽ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് മൂടിങ്ങായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പർ കൊണ്ടാണിത് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണോ ദം ചെയ്യാൻ വേണ്ടി അടച്ച് വെക്കാറ് ആ രീതിയിൽ അടച്ച് മൂടിയാൽ മതി. പിന്നെ ദം ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഇതുപോലത്തെ ഒരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബിരിയാണി പാത്രം വെച്ചിങ്ങായിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ദം ചെയ്ത ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോൾ ആ ഒരു ആവിയിൽ ഇരുന്നിട്ട് ഇത് ശരിക്കും നന്നായിട്ട് തന്നെ ദമ്മായിട്ട് വരും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായിട്ട് ദമ്മായിട്ടുണ്ട്. ചോറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. മട്ടനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഈ രീതിയിൽ മസാല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതായിട്ട് ഇത് എടുക്കുക. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ നല്ലൊരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ കളറിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കളർ ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത്. പക്ഷേ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്